എല്ലാവർക്കും നമസ്കാരം. മൈ സ്റ്റാറ്റിലേക്ക് സ്വാഗതം. അത്തം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഏപ്രിൽ 2025 എങ്ങനെയാണ് നമുക്ക് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഡീറ്റെയിൽസ് ആയി ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. അത്തം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഏപ്രിൽ 2025 എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആദ്യം തന്നെ നൈറ്റ് ഓഫ് കപ്സ്, ഡെത്ത് കാർഡ്, 4 ഓഫ് കപ്സ്, കിങ് ഓഫ് വോൺസ്, 6 ഓഫ് വോൺസ്, ഹൈ പ്രീസ്റ്റേഴ്സ് ആൻഡ് ഒരു എക്സ്ട്രാ കാർഡ് വന്നിട്ടുണ്ട്. പേജ് ഓഫ് കപ്സ് എനർജിയാണ്. സോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസം നൈറ്റ് ഓഫ് കപ്സ് ആൻഡ് 6 ഓഫ് വോൺസ് എനർജി കണക്ഷൻസ് ആണ്. ജീവിതത്തിൽ ആഗ്രഹിച്ച ചില കാര്യങ്ങൾ നേടുന്ന ഒരു സമയമാണ്. അപ്പോൾ ആഗ്രഹിച്ച എല്ലാ കാര്യങ്ങളും എന്നുള്ള രീതിയിലല്ല ഇത് ഉദ്ദേശിക്കുന്നത്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് മാനസികമായിട്ടുള്ളൊരു തൃപ്തി തരുന്ന, നിങ്ങൾക്ക് സമൂഹത്തിൽ പേരും പ്രശസ്തിയും തരുന്ന ഒരു കാര്യത്തിലാണ് നിങ്ങൾ വിജയം സാധ്യമാകുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ഒരു കാര്യം നേടിയെടുക്കുന്നതായിട്ട് കാണിക്കുന്നത്. നിങ്ങൾ സാമൂഹ്യ പ്രവർത്തക അല്ലെങ്കിൽ പ്രവർത്തകരായിട്ടുള്ള വ്യക്തിയാണ്. പൊളിറ്റിക്സിലൊക്കെ അത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് സേവനം ചെയ്യുന്ന, പൊളിറ്റിക്സിലുള്ള എല്ലാവരും അങ്ങനെയാണെന്നുള്ളതല്ല, പൊളിറ്റിക്സിലാണ്, പക്ഷേ ഒരു സാമൂഹ്യ സേവക എന്നുള്ള രീതിയിൽ മറ്റുള്ളവർക്ക് സഹായഹസ്തങ്ങളൊക്കെ ചെയ്യുന്ന, നേരിട്ട് പൊളിറ്റിക്സിൽ ഇല്ലാത്തവരാണെങ്കിലും അല്ലാതെയും മറ്റുള്ളവരെ സഹായിക്കുന്ന തരത്തിൽ എന്തെങ്കിലും ഓർഗനൈസേഷൻ്റെ NGOസിൻ്റെ ഒക്കെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നിങ്ങൾക്ക് പേരും പ്രശസ്തിയും ലഭിക്കുന്ന ഒരു സാഹചര്യം നിങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിച്ച ഒരു പ്രവൃത്തി ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് കൂടുതലായിട്ടും നിങ്ങളെ സംബന്ധിക്കുന്ന ഒരു കാര്യത്തേക്കാൾ കൂടുതൽ മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം സഫലമാകുന്നു എന്നുള്ളതാണ്. അതായത് മറ്റൊരാൾക്ക് വേണ്ടി നിങ്ങൾ ചെയ്ത് കൊടുക്കാൻ നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ ഹസ്ബൻഡോ വൈഫോ അങ്ങനെ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തികൾ, നിങ്ങൾ പ്രണയത്തിലാണെങ്കിൽ പ്രണയിക്കുന്ന വ്യക്തികൾക്ക് അവർക്കായിട്ട് നിങ്ങൾ എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സമ്മാനമോ കാര്യങ്ങളോ ആവും, അല്ലാതെ മറ്റെന്തെങ്കിലും കാര്യങ്ങളോ, അല്ലെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ട് അവർക്ക് വീട് വയ്ക്കുന്നതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടോ സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ടോ അങ്ങനെ മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്ക് മറ്റൊരാൾക്ക് വേണ്ടിയിട്ട്, നിങ്ങൾ ഒത്തിരി ഇഷ്ടപ്പെടുന്ന മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ ഇഷ്ടപ്പെടുന്നുണ്ട് എങ്കിൽ ആ ഒരു കാര്യം ഒത്തിരി നാളായിട്ട് ശ്രമിക്കുന്നതായിരിക്കും ഇപ്പോഴായിരിക്കും സാധ്യമാകുന്നത്. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നവർ അല്ലെങ്കിൽ നിങ്ങൾ അറിയുന്നവർ തന്നെ ആയിരിക്കണമെന്നില്ല. ഇപ്പോൾ മറ്റ് ദുരിതം അനുഭവിക്കുന്ന ചില ആളുകൾക്ക് വേണ്ടിയിട്ടും ദുരിതാശ്വാസത്തിൻ്റെ ഭാഗമായിട്ടോ വീട് നഷ്ടപ്പെട്ടവർക്ക് വീട് വയ്ക്കുന്നതിൻ്റെ പുനരധിവാസമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇവിടെ കാണിക്കുന്നത്. ഹ്യൂമാനിറ്റേറിയൻ ആയിട്ടുള്ള ഫിലാന്ത്രോപ്പിസ്റ്റ് ആവുന്ന ഒരു വ്യക്തി ആയിരിക്കാം നിങ്ങൾ. അപ്പോൾ ഹ്യൂമാനിറ്റേറിയൻ ഗ്രൗണ്ട്സിൽ പല കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഒത്തിരി പോസിറ്റീവായിട്ടുള്ള ഒരു ഫീലിംഗ് നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് കാണിക്കുക. അത് വളരെയധികം വളരെ സാധ്യതകളുള്ള ഒരു മാസമാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു തീർക്കാനും മറ്റുമൊക്കെ. അതേപോലെ ഡെത്ത് കാർഡ് ആൻഡ് കിങ് ഓഫ് വോൺസ് എനർജി കണക്ഷൻസ് ആണ്. പുതിയൊരു ജീവിതത്തിലേക്ക് തന്നെ കാലൂന്നുന്ന അല്ലെങ്കിൽ വിരൽ ചൂണ്ടുന്ന ഒരു സമയം എന്ന് പറയാം. പുതിയൊരു ജീവിതം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പുതിയതായിട്ട് എല്ലാ അർത്ഥത്തിലും ഒരു പുതിയ ജീവിതമാകാം. കാരണം ഇവിടെ ചില ആളുകളെ സംബന്ധിച്ച് വിദേശത്തേക്കുള്ളൊരു വിദേശവാസ യോഗമാണ് ഉള്ളത്. അത് സഫലമാകുന്ന സമയമാണ്. നിങ്ങളുടെ ജാതകത്തിൽ ജാതകവശാൽ വിദേശവാസ യോഗം അല്ലെങ്കിൽ മറ്റൊരിടത്തേക്ക് ചേക്കേറി പറക്കുന്ന യോഗമുള്ളവരാണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളൊക്കെ സാധ്യമാകുന്നുണ്ട്. ഇത് ഓൾറെഡി നിങ്ങൾ അതിനുവേണ്ടി ശ്രമിച്ച് ഇപ്പോൾ വർക്ക് പെർമിറ്റിനോ അല്ലെങ്കിൽ വിദേശത്തേക്ക് പോകാനുള്ള ഇമിഗ്രേറ്റ് ചെയ്ത് പോകാനുള്ള ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങൾക്കൊക്കെ എല്ലാം കാത്തിരിക്കുകയാണ്, വെയിറ്റ് ചെയ്യുന്നത് എങ്കിൽ അതിനൊരു കാര്യങ്ങളൊക്കെ തീരുമാനമാകുന്നുണ്ട്. അപ്പോൾ വിദേശത്തേക്ക് പോകാനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാകുന്നു. അങ്ങനെയൊരു കാര്യങ്ങളൊന്നും അതിന് വേണ്ടിയിട്ട് സ്റ്റെപ്സ് ഒന്നും എടുക്കാത്ത ഒരാളാണെങ്കിൽ ഈ ഒരു മാസത്തിൽ നിങ്ങൾ അതിന് വേണ്ടുന്ന അതേക്കുറിച്ച് ചിന്തിക്കാൻ പോലും തുടങ്ങിയിട്ടില്ലാത്തവരാണെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിക്കുകയോ അതിന് വേണ്ടുന്ന ഫസ്റ്റ് സ്റ്റെപ്പ്, ഇതൊക്കെ വളരെ പെട്ടെന്ന് നടക്കുന്ന കാര്യങ്ങളാണ്. അധികം സമയം എടുക്കുന്നില്ല, പെട്ടെന്നായിരിക്കും എല്ലാം നടക്കുന്നത്. അപ്പോൾ നിങ്ങൾ തീരെ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല എപ്പോഴും നാട്ടിൽ തന്നെ നിൽക്കണം. നിങ്ങൾ ചിലപ്പോൾ പലരെയും വിദേശത്ത് പോയിട്ടുള്ള ആളുകളെ ചിലപ്പം കളിയാക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. ഞാൻ എന്തൊക്കെ പറഞ്ഞാലും നാട്ടിലാണ് സുഖം, നാട്ടിലാണ് നിൽക്കണം എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം ചിലപ്പോൾ. അങ്ങനെയുള്ളൊരു വ്യക്തിയാണെങ്കിൽ പോലും ഈ ഒരു മാസത്തിൽ പെട്ടെന്ന് പല പല കാരണങ്ങളൊക്കെ കൊണ്ടിട്ടും അങ്ങനെ വിദേശത്തേക്ക് കയറി പോകാമെന്നുള്ളൊരു തീരുമാനത്തിലേക്ക് അതിന് വേണ്ടത് ശ്രമങ്ങൾ നടത്തുന്ന ഒരു സമയം വേണമെങ്കിൽ ആവാം ഈ ഒരു മാസം എന്ന് പറയുന്നത്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പഠനവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് വിദേശത്തേക്ക് പോകാനുള്ള ഒരു സാഹചര്യം സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുള്ളവരാണെങ്കിൽ വിദേശത്തേക്ക് പോകുന്നത് ഈ ഒരു മാസത്തിലായിരിക്കും. അപ്പോൾ ഈ ഒരു മാസം എന്ന് പറയുന്നത് പല തയ്യാറെടുപ്പുകളുടെയും സമയമാണ്. പുതിയൊരു രാജ്യം, പുതിയ സംസ്കാരം, പുതിയ ഭാഷയായിരിക്കാം ചിലപ്പം
അതൊക്കെ പഠിച്ചെടുക്കാനും അതൊക്കെ മനസ്സിലാക്കാനും അതിൽ മുന്നേറാനും ഒക്കെ ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിലൊക്കെ ഒത്തിരി സാധ്യതകൾ ഉണ്ടാകുന്ന ഒരു സമയം എന്ന് പറയുന്ന ഒരു മാസമാണിത്. അപ്പോൾ അതിൽ നിങ്ങൾ ഒത്തിരി മുന്നേറ്റം നിങ്ങൾക്ക് ഉണ്ടാകുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ സാധ്യതകൾ തെളിഞ്ഞു വരുന്ന ഒരു സമയം ഈ ഒരു മാസത്തിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ അർത്ഥത്തിലും ഒരു പുതിയ തുടക്കം എന്ന് പറയാം. ചില ആളുകൾക്ക് ജീവിതത്തിലൊരു പുതിയ തുടക്കം പറയുകയാണെങ്കിൽ കുട്ടികൾ, ചില ആളുകൾക്ക് നിങ്ങൾ അടുത്തിടയ്ക്ക് പ്രഗ്നൻ്റ് ആയിട്ടുള്ള, അടുത്തിടയ്ക്ക് പ്രസവിച്ചിട്ടുള്ളവരാ, കുട്ടി ഉണ്ടായിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയൊരു ലൈഫാണ്. കാരണം ഒരു പുതിയൊരു ജീവിതത്തിൽ എന്തൊക്കെ പല കാര്യങ്ങളിലും മാറ്റം വരുന്നത്, നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ മൊത്തത്തിൽ ചേഞ്ച് ആവുകയാണ്. കാരണം മറ്റൊരാൾ കൂടി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ ആ പുതിയതായിട്ട് വരുന്ന ആ ഒരു ജീവിതത്തിലേക്ക് വരുന്ന ആ കുട്ടിക്ക് വേണ്ടിയിട്ട് ഒത്തിരി കാര്യങ്ങളിൽ മാറ്റം വരുത്തുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള തരത്തിലുള്ളൊരു ചേഞ്ചസും ആവാം ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം എന്ന് പറയുന്നുണ്ട്. എന്ത് തന്നെയായാലും ലൈഫ് സ്റ്റൈൽ മൊത്തം മാറുന്ന ഒരു സമയമാണ്. പലരെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്തമായിട്ടുള്ള, നിങ്ങൾ ഏത് കാലഘട്ടത്തിൽ ഏത് ഫേസിലാണ് ലൈഫിൽ നിൽക്കുന്നത് അതിനനുസരിച്ചിട്ട് മാറ്റം ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, അതേപോലെ 4 ഓഫ് കപ്സ് ആൻഡ് 6 ഓഫ് വോൺസ് എനർജി കണക്ഷൻസ് ആണ്. ഈ പറഞ്ഞ പോലെ ഈ ഒരു പല പല മാറ്റങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയം ഉണ്ട്. അതേപോലെ ഈ ഒരു മാസം ചെറിയ ഇടയ്ക്കൊക്കെ ചെറിയ സംഘർഷങ്ങൾ ഉണ്ടാവാം. അതിപ്പോൾ ചില ആളുകൾക്ക് അങ്ങനെ ആവാം, ചില ആളുകൾക്ക് അതായത് ഒത്തിരി സ്ട്രെസ്സ് ലൈഫിൽ അനുഭവിക്കുന്ന ഒരു സിറ്റുവേഷൻ ആവാം. ഇത് നിങ്ങൾ കുറേ ശ്രമിച്ചിട്ട് കാര്യങ്ങളൊന്നും നടക്കാത്തതിൻ്റെ ഭാഗമായിട്ടുള്ള മാനസികമായിട്ടുള്ളൊരു സംഘർഷം നിങ്ങൾ അനുഭവിക്കുന്നതാവാം. ലൈഫിൽ ഒത്തിരി സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള, ഒത്തിരി അധികം സ്ട്രെസ് അനുഭവിച്ചിട്ടുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസം അതിൻ്റെ ബാക്കി പത്രം എന്നോണം കുറച്ച് സ്ട്രെസ്സും ടെൻഷനും ഒക്കെ ഉണ്ടാവാം. നിങ്ങൾ ചില അവസരങ്ങൾ നഷ്ടപ്പെട്ടു പോയതിൻ്റെയൊക്കെ. പിന്നെ ഈ ഒരു കാര്യം നമ്മൾ ഓരോരുത്തരുടെയും, ഇത് എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കില്ല. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ പേഴ്സണൽ റീഡിങ്ങിനനുസരിച്ചിട്ട് മാറ്റം ഉണ്ടാവും. അല്ലെങ്കിൽ നിങ്ങളുടെ ജാതകവശാൽ എന്ന് നമ്മൾ പറയും, മലയാളത്തിൽ പറയുകയാണെങ്കിൽ നിങ്ങളുടെ ബേസിസ്, നിങ്ങളുടെ ചാർട്ടിൻ്റെ ബേസിസിൽ എന്താണോ ഉള്ളത് അതിനനുസരിച്ചിട്ട് മാറ്റം വരുന്നുണ്ട്. പക്ഷേ ഈ ഒരു മാസം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, ഈ ഒരു നഷ്ടപ്പെട്ടു പോയ അവസരങ്ങൾ അല്ലെങ്കിൽ ഫ്രസ്ട്രേഷൻ, ബോർഡം, നിങ്ങൾ തീരെ സാറ്റിസ്ഫൈഡ് അല്ല ജീവിതത്തിൽ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ, നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷനിൽ തീരെ സന്തുഷ്ടരല്ലാത്തവരാണെങ്കിൽ നെഗറ്റീവ് മൈൻഡ് സെറ്റ് മാറ്റി വയ്ക്കാൻ ശ്രമിക്കുക. അത് നിങ്ങൾക്ക് ഒത്തിരി ഫ്രസ്ട്രേഷൻ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് ദേഷ്യമൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഹിന്ദുസ് ആയിട്ടുള്ളവരാണെങ്കിൽ, അല്ലാത്തവർക്കും ചെയ്യാം. ഹിന്ദുസ് ആയിട്ടുള്ളവരാണെങ്കിൽ പ്രത്യേകിച്ച് മഹാദേവൻ ശിവന് ധാര കഴിപ്പിക്കുന്നത് നല്ലതാണ്. ഭയങ്കരമായിട്ട് നെഗറ്റീവ്, തല ഭയങ്കര ചൂടുപിടിച്ചിരിക്കുന്ന സമയം, അല്ലെങ്കിൽ നെഗറ്റിവിറ്റി, സ്ട്രെസ്സ്, കാര്യങ്ങൾ, ആങ്സൈറ്റി ഒക്കെ ഉണ്ടാവാം. അത് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അതൊന്ന് ശ്രദ്ധിക്കുക. അതേപോലെ മഹാദേവൻ ശിവന് ധാര കഴിപ്പിക്കുക ക്ഷേത്രത്തിൽ, അത് ചെയ്യാവുന്ന ഒന്നാണ്. അതേപോലെ തന്നെ നിങ്ങൾ കുറച്ച് മെഡിറ്റേറ്റീവായിട്ട് ഇരുന്നാൽ വളരെയധികം പ്രയോജനം ചെയ്യുന്നു. ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ മാറ്റം ഉണ്ടാകുമ്പോൾ ഈ ഒരു സ്ട്രെസ്സും കാര്യങ്ങളും കുറഞ്ഞു വരുന്നുണ്ട്. എന്നിരുന്നാലും ഇടയ്ക്കിടയ്ക്ക് അങ്ങനെയുള്ള സിറ്റുവേഷൻസ്, അങ്ങനെയുള്ള ചില ദിവസങ്ങളിൽ അങ്ങനത്തെ ഒരു സാഹചര്യം ഉള്ളത് കൊണ്ട് അത് ഒന്ന് സമയമെടുക്ക് മെഡിറ്റേറ്റ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സ്ലോ ചെയ്യുക. നിങ്ങളുടെ മൈൻഡ് ഓവർ തിങ്കിങ് കാര്യങ്ങളൊന്നും ഇല്ലാതെ ഒന്ന് സിറ്റുവേഷനായിട്ട് പൊരുത്തപ്പെട്ട് വരാൻ ശ്രമിക്കുക. ഡെത്ത് കാർഡ് ആൻഡ് ഹൈ പ്രീസ്റ്റസ് എനർജിയാണ്. ഇത് വളരെയധികം ഒരു നിഗൂഢത നിലനിൽക്കുന്നതായിട്ട് കാണും. ചില കാര്യങ്ങളിൽ ഒരു രഹസ്യ സ്വഭാവമുണ്ട്. അതായത് നിങ്ങളുടെ ചുറ്റുപാട് നടക്കുന്ന ചില കാര്യങ്ങൾ ഒരു രഹസ്യ സ്വഭാവം എന്ന് പറയും. അപ്പോൾ നിങ്ങൾ ജോലി ചെയ്യുന്ന കമ്പനിയിലായിരിക്കും ഒത്തിരി മാറ്റങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്, അതായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റുപാടിലും നിങ്ങളുടെ നെയ്ബേഴ്സ്, ആളുകൾ എന്തൊക്കെയോ നിങ്ങളിൽ നിന്ന് മറച്ചു വയ്ക്കുന്ന പോലത്തെ ഒരു ഫീലിംഗ് നിങ്ങൾക്ക്, അങ്ങനെ ഒരു ഫീലിംഗ് നിങ്ങളിലേക്ക് ഉണ്ടാകുന്നുണ്ട്. എന്തോ ആളുകൾ നിങ്ങളിൽ നിന്ന് മാറ്റി, അല്ലെങ്കിൽ നിങ്ങളോട് പറയാതെ വയ്ക്കുന്നു, ഒളിച്ചു വയ്ക്കുന്നു. വീട്ടിലുള്ളവരായിരിക്കാം, മറ്റുള്ളവർ നിങ്ങളിൽ നിന്ന് എന്തോ ഒളിച്ചു വയ്ക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ കുറച്ചധികം നിങ്ങൾ എന്താ പറയുക, നാഗിങ് ഫീലിംഗ് എന്ന് പറയുമല്ലോ, എന്തിനും ഏതിനും ഒരു ചൊറിഞ്ഞുകൊണ്ടിരിക്കുക എന്ന് ചില ആളുകൾ പറയും. ഇപ്പോൾ എല്ലാത്തിനും ഇങ്ങനെ ഒരു പരാതി പറയുന്ന ഒരു രീതി. അപ്പോൾ അത് ഒന്ന് മാറ്റിപ്പിടിക്കുക. പിന്നെ ഈ മെഡിറ്റേഷനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്ന ഒന്നായിരിക്കും. മറ്റുള്ളവർ നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും ഒളിച്ചു വയ്ക്കുന്നോ അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് മറഞ്ഞു നിൽക്കുന്നുണ്ട് എങ്കിൽ അതൊക്കെ ഈ ഒരു മാസം പകുതി ആവുമ്പോഴത്തേക്കും തെളിഞ്ഞു വരും. അപ്പോൾ നിങ്ങൾ ഒരു ജീവിതത്തിലൊരു വ്യക്തതയില്ലാത്ത കാര്യങ്ങളൊക്കെ, അതിനൊക്കെ ഒരു തെളിച്ചം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാറ്റം വരുമ്പോൾ ഈ ഒരു ജീവിതത്തിൽ തന്നെ മൊത്തം മാറ്റം വരുന്ന ഒരു സമയമാണ്, ലൈഫ് ചേഞ്ചിങ് ആയിട്ടുള്ള സാഹചര്യം. അതേപോലെ ലാസ്റ്റ് വന്നിട്ടുള്ളത് പേജ് ഓഫ് കപ്സ് എനർജിയാണ്. നിങ്ങൾ സ്വയം നിങ്ങളെ സ്നേഹിക്കാൻ തുടങ്ങുന്ന സമയം എന്ന് പറയാം. ഈ പറഞ്ഞ പോലത്തെ ഈ ഒരു 4 ഓഫ് കപ്സ് എനർജിയിൽ നിന്നും
പേജ് ഓഫ് കപ്സ് എനർജിയിലേക്കുള്ള മാറ്റമാണ്. അതേ നിങ്ങൾ ഒത്തിരി ഫ്രസ്ട്രേറ്റഡ്, ടെൻഷൻ, സ്ട്രെസ്സ്, നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ഈർഷ്യ, വാശി, ദേഷ്യം ഇതൊക്കെ മാറി ഒരു സ്വസ്ഥതയും സന്തോഷമുള്ളൊരു സാഹചര്യം, പ്രത്യേകിച്ച് വീട്ടമ്മമാർക്ക്. കാരണം എന്നും ഒരേ കാര്യം തന്നെ ചെയ്ത് ബോറടിച്ചു പോകുന്നൊരു സാഹചര്യത്തിൽ നിന്നുള്ളൊരു മാറ്റം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.